ഹായ്, അസ്സലാമു അലൈക്കും. നമ്മുടെ റിഫയെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ ദുവ ഒന്ന് ചൊല്ലണം. ഞാനും ചൊല്ലുന്നുണ്ട്. അത് എന്തിനാണ് എന്നും കൂടിയുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. റിഫയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദുവ ആ പെൺകുട്ടിക്ക് വേണ്ടി ചൊല്ലാൻ മനസ്സ് കാണിക്കാം. ഓക്കെ, നമ്മളെല്ലാവരും ചൊല്ലിയല്ലോ. ഇനി വിഷയത്തിലോട്ട് കടന്നു വരാം. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി. എന്തായിരുന്നു? ഖാദർ കരിപ്പൊടിയും ബാച്ചയും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്തിനാണ് ഖാദർ കരിപ്പൊടി ബാച്ചയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നോക്കുന്നത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരിക്കും. മിസ്റ്റർ ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്നവനക്ക് നന്നായിട്ട് പൊള്ളുന്നുണ്ട്. കാരണം സത്യം പുറത്തു വരാതിരിക്കുന്ന പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്. അതിനാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ബാൻ ചെയ്തത് പോലും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ വിഷയത്തിലോട്ട് കടന്നു വരാം. നിങ്ങളെല്ലാവരും നമ്മുടെ മെഹനാസിൻ്റെതായാലും മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ ആയാലും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു മൂന്നാറിൽ വെച്ച് നടന്ന ഒരു സംഭവം. അതിൽ നിന്നും നമുക്ക് വ്യക്തമായ ഒരു കാര്യം മനസ്സിലായി. ബാച്ച എന്ന് പറയുന്നവന് ഒരു കുടുംബത്തിൽ കയറി കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളായിരുന്നു അന്ന് ആ യുവാവ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ നമ്മുടെ കേരളത്തിലുള്ള ഒന്നടങ്കം പറഞ്ഞു നീ ഒരു മോശക്കാരനാണ് എന്ന് ബാച്ചയുടെ മുഖത്തും